വോട്ടിന് നോട്ട് വിവാദത്തിൽ കുരുങ്ങി കുട്ടനാട്. UDF സ്ഥാനാർത്ഥി പണമെറിഞ്ഞ് വോട്ടുകൾ മറിച്ചു എന്ന LDF സ്ഥാനാർത്ഥിയുടെ ആരോപണത്തിന് പിന്നാലെ നിലപാടുയർത്തി UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ കൂടി രംഗത്തെത്തിയതോടെ ജനവിധി എന്തെന്നറിയും മുമ്പ് തന്നെ കുട്ടനാട് മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് മുതൽ വിവാദങ്ങളുടെ ചിറകിലേറിയായിരുന്നു കുട്ടനാട് മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് യാത്ര. തർക്കരഹിതമായി LDF ആദ്യഘട്ടം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ UDFൽ ഉൾപാർട്ടി ജനാധിപത്യം മുറുമുറുപ്പ് തുടങ്ങിയിരുന്നു. ഇക്കുറി മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നായിരുന്നു ഒരു കൂട്ടം പ്രവർത്തകരുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് UDF കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് റജി ചെറിയാനെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മുൻപ് തന്നെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പണമൊഴുക്കുന്നുവെന്ന ആരോപണം ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് കെ തോമസ് ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് UDF സ്ഥാനാർത്ഥി പണം നൽകുന്ന ദൃശ്യം ഉൾപ്പെടെ പുറത്തുവിട്ട് LDF പരാതി നൽകിയത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളുകയായിരുന്നു UDF സ്ഥാനാർത്ഥി റജി ചെറിയാൻ. രാവിലെ എണ്ണിക്കുമ്പോൾ സ്വബോധമില്ലാതെ വരുന്ന ചിന്തയാണ് ഓരോന്ന്. ഈ കൊടുത്ത പരാതിയിൽ നിയമപരമായിട്ട് എന്നോട് ചോദിക്കുമ്പം അതിന് തെളിവ് സഹിതം മറുപടി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഗൂഗിൾ പേ, നമ്മളൊക്കെ ഇവിടെ മിനിമം ഏറ്റവും കുറവൊക്കെ ഉള്ള വിദ്യാഭ്യാസം ഉള്ളവരാണേലും ഇന്ന് റോഡിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരാണേലും ഗൂഗിൾ പേ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണെന്ന് അറിയാമല്ലോ. തെളിവ് കൊണ്ടുവരട്ടെ. പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ റജി ചെറിയാൻ പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് കെ തോമസിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശമാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ റജി ചെറിയാന് മറുപടിയുമായി തോമസ് കെ തോമസും രംഗത്തെത്തി. ആർക്കാണ് മനോരോഗമെന്ന് ജനം മനസ്സിലാക്കുമെന്ന് പറഞ്ഞ തോമസ് കെ തോമസ് ആർക്കാണ് അൽഷിമേഴ്സ് ബാധിച്ചതെന്ന് പരിശോധിക്കണമെന്നും വോട്ടിന് പണം നൽകിയെന്ന പരാതി തെളിവുകളോടെയാണെന്നും കുട്ടനാട്ടിൽ സീറ്റ് കിട്ടാൻ എന്ത് യോഗ്യതയാണ് റജി ചെറിയാനുള്ളതെന്നും വിമർശിച്ചു. മാനസിക വിഭ്രാന്തി ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ഓക്കെ. അപ്പം ഈ 3 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലില്ല. കാരണം 3 ദിവസം ഞാൻ ആസ്വദിച്ച് ഷട്ടിട്ടുകൊണ്ടാണ് വോട്ട് ചെയ്തതെന്നുള്ള ഓർക്കാൻ കഴിവില്ലാത്ത ഒരാൾ കുട്ടനാട്ടിൽ എന്ത് പ്രതിനിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എന്ത് കാര്യം ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ഓർമ്മയില്ല. ഈ കണക്കിന് പുള്ളിയുടെ ഭാര്യയും മക്കളെയും പുള്ളിക്ക് ഓർമ്മ കാണത്തില്ല. കാരണം 3 ദിവസം മുമ്പ് നടന്നവർ ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ട് 1 വർഷത്തിന് മേളിലായെന്ന് അദ്ദേഹമാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഞാനല്ല. വ്യക്തി അധിക്ഷേപങ്ങളുമായി ഇരു മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞതോടെ രാഷ്ട്രീയ പോരിനപ്പുറം കൂടുതൽ കലുഷിതമാവുകയാണ് ആലപ്പുഴയിലെ കുട്ടനാട് മണ്ഡലം. അമൃത ന്യൂസ്, ആലപ്പുഴ.